അലി ഒരു ഭാഗത്ത് നാത്തൂൻ വീട്ടിലെത്തിയിട്ടുണ്ട്. കൂട്ടത്തിൽ മൂത്തയാള് ഇന്നലെ ഇറങ്ങിയതാണല്ലോ. ഇന്നലെ എപ്പോഴാണ് ഇവിടുന്ന് പോയേ? രാവിലത്തെ കട്ടൻ ചായ കുടിച്ച് ഇറങ്ങിയതാ? ഇല്ല, ചായ ഒന്നും കുടിച്ചില്ലായിരുന്നു. ഇന്നലെ രാവിലെ കഴിച്ചിട്ടില്ലേ? ഡാർലി 2 ഇടിയപ്പവും കട്ടൻ ചായ കഴിച്ചിട്ട് വന്നെന്ന് പറഞ്ഞു. ചേച്ചി അതൊന്നും കഴിച്ചിട്ടില്ല അല്ലേ? കഴിച്ചില്ലായിരുന്നു. ഇവിടെ പണിക്കാരുണ്ടായിരുന്നു, അപ്പൊ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ട് പിന്നെ ഞാൻ പോയതാ. പശുവിനെ കാണണ്ടേ? വാ പശുവിനെ കാണിച്ചു തരാം. വാ. പശു അപ്പുറത്തുണ്ട്. പശുവിനെ കണ്ടോളാന്നാ പറയുന്നത്. പശു ഇന്നലെ വൈകിട്ട് പശു തിരിച്ചു തിന്നു. പശു വന്നു അറിഞ്ഞിരുന്നോ? പറഞ്ഞു, മോൻ വിളിച്ചു പറഞ്ഞു. അപ്പൊ റേഞ്ച് ഉണ്ടായോ ഫോണിന്? ആ റേഞ്ച് ഉണ്ട്. ഞാൻ അവിടെ സുരക്ഷമായി ഞങ്ങൾ അവിടെ കയറിയപ്പോഴാണ് റേഞ്ച് പോയത്. അപ്പൊ പിന്നെ വിളിക്കാൻ പറ്റാതെ. എന്നാലും പാർക്കിന്റെ മേലെ കയറി ഇരുന്ന ഗുണം ചെയ്തല്ലോ. DFO പറഞ്ഞതും അത് തന്നെയാണ്. ഇത് മേലെ കയറി ഇരുന്നോണ്ടാണ് വേറെ ജീവികളൊന്നും ആക്രമിക്കാതിരുന്നതെന്ന്. അതെ. കടുവയൊക്കെ ഒരുന്ന് പേടിച്ചിരുന്നു. നല്ല സൗണ്ടൊക്കെ ആയിരുന്നു. കടുവയുടെ അല്ല, എന്താ മൃഗങ്ങളൊന്നും നമുക്ക് അറിയില്ലല്ലോ. അങ്ങനെ ഓരോ മൃഗത്തിന്റെ സൗണ്ടുകളൊക്കെ ഇതായിരുന്നു. ഭയങ്കര ഒച്ചപ്പാടായിരുന്നു. മരമൊക്കെ ഓടിച്ചിട്ട് അങ്ങനെയുള്ള ഒച്ചപ്പാട്. ഉറങ്ങാൻ പറ്റിയിരുന്നോ? ഉറങ്ങിയൊന്നുമില്ല. ഉറങ്ങാൻ പറ്റൂലല്ലോ. വെട്ടമില്ല വെളിച്ചമില്ല. രാത്രി അവിടെ ഇങ്ങനെ പിന്നെ വീട്ടിലെ വിചാരമായിരുന്നു. വീട്ടിലെ ചേട്ടന് എന്റെയൊക്കെ പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടപ്പോ പേടി. നമ്മുടെ അടുത്ത് ഇവിടുത്തെ റേഞ്ച് ഓഫീസറൊക്കെ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഈ ഭാഗത്താണ് ഏറ്റവും കടുവയുള്ള കേരളത്തില് ഒക്കെ. അപ്പൊ ഈ കടുവകളൊക്കെ ഉള്ള പ്രദേശമാണല്ലോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു നമുക്ക്. മനസ്സിൽ നമ്മുടെ കാര്യമല്ലായിരുന്നു. വീട്ടിൽ ചേട്ടന് സുഖമല്ലാതെ ചേട്ടനെ ഇട്ടിട്ട് പോകുന്ന ചേട്ടൻ എന്തെങ്കിലും എന്നെ കാണാതെ ആകുമ്പോൾ ആള് ഇച്ചിരി ഇതാവും. ആ ഒരു വിഷമായിരുന്നു മനസ്സിൽ. ചേട്ടനെ കാണണം. എന്തായാലും വലിയ കാര്യം. മകനെ കണ്ടപ്പോ എന്ത് തോന്നി? സൈഫു രാവിലെ എങ്ങനെയാണ് ഇവരെ കാണുന്നതെന്ന് കൂടി ഒന്ന് ചോദിക്കൂ. എനിക്കും വിഷമമായി പോയി. വെളിച്ചം വന്നപ്പോ രാവിലെ എങ്ങനെ ഇവരെ കണ്ടത്? നിങ്ങൾ ഇറങ്ങി നടക്കുമായിരുന്നോ പാറയുന്ന? ഞങ്ങൾ ഇറങ്ങി നടക്കുമായിരുന്നു. വെളിച്ചം വന്നപ്പോ വെട്ടം വന്നപ്പോ പിന്നെ ആന മാറിപ്പോയി. അന്നേരം ഞങ്ങള് പള്ളി വികാരിയൊക്കെ എത്തിയിട്ടുണ്ട്. പള്ളി വികാരി അടക്കം